നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ വളരെ വലിയ ഒരു ചരിത്രമുള്ള വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കപ്പെട്ടതോടുകൂടി ആ ഒരു ചരിത്രത്തിന് ഭംഗം വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. അതായത് ഗുജറാത്തിൽ ഉണ്ടായ വിമാന അപകടം നമുക്ക് ഓർമ്മയുണ്ട്. ആ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ സമീപ പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു. ഒരാളൊഴികെ ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ത്യയെ നടുക്കിയ ഒരു വിമാന അപകടമായിരുന്നു അത്. ആ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഇന്നും യഥാർത്ഥത്തിൽ സ്ഥിരീകരിച്ച യാതൊരു വിവരവും നമുക്ക് ലഭ്യമല്ല. പൈലറ്റുമാരുടെ വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പൈലറ്റ് ബോധപൂർവം നടത്തിയ ഒരു പ്രവർത്തനമാണ് ഈ അപകടത്തിന് പിന്നിൽ എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ പൈലറ്റുമാരുടെ സംഘടനകളടക്കം ഈ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളെ അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിയിരുന്നു. എന്നാൽ വീണ്ടും മറ്റൊരു അപകടത്തിലേക്ക് കൂടി അല്ലെങ്കിൽ മറ്റൊരു അപകടത്തിനു കൂടി കാരണമായേക്കാവുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയതാണ്. അതായത് ഫുക്കറ്റിൽ നിന്നും ദില്ലിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു വിമാനം ആകാശ ചുഴിയിൽപ്പെടുകയും അത് ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് ഒറ്റയടിക്ക് നിലംപതിക്കുകയും ഒക്കെ ചെയ്ത സംഭവം. യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. വിമാനത്തിൽ ഉള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ പരിക്കുകളുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. വിമാനങ്ങൾ ആകാശ ചുഴിയിൽപ്പെടുക എന്നത് അത് സർവ്വസാധാരണമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിമാനങ്ങൾ ഇത്തരത്തിലുള്ള ആകാശ ചുഴിയിൽ വീഴുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എയർ ഇന്ത്യയുടെ ഈ വിമാനം ആകാശ ചുഴിയിൽ വീണതിന് തൊട്ടു പിന്നാലെ നമ്മൾ കേട്ട മറ്റൊരു വാർത്ത അത് നമ്മളെ എല്ലാവരെയും ആശങ്കയിലാഴ്ത്തുന്നതാണ്. വിമാനത്തിൻ്റെ പൈലറ്റ് ലഹരി പരിശോധനയിൽ പോസിറ്റീവ് ആവുകയായിരുന്നു. വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ജോലി നിർവഹിച്ചിരുന്നത്. ഈ പറയുന്ന 137 യാത്രക്കാരുടെ ജീവൻ കയ്യിൽ പിടിച്ച് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനം പറത്തിയത് എന്ന വാർത്തയാണ് പിന്നീട് നമ്മൾ കേട്ടത്. ആ വാർത്ത സത്യമാണോ? അത് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പരിശോധന കൂടി നടത്തി. ആ പരിശോധനയിലും പൈലറ്റ് ഈ ഒരു ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു. തനി കഞ്ചാവ് അടിച്ചുകൊണ്ടാണ് ആ വിമാനം പറത്തിയത് എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതായത് ആ പൈലറ്റിൻ്റെ ഒരു വിശദീകരണം അടക്കം വന്നിട്ടുണ്ട്. പൈലറ്റ് പറയുന്നത് ഉറക്കക്കുറവിന് വലിയ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവടക്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് പരിഹരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നു എന്നും പൈലറ്റ് പറയുന്നുണ്ട്. എന്തായാലും 137 യാത്രക്കാരുമായി പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനം, ആ വിമാനത്തിൻ്റെ പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു തൻ്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താൻ വിമാനം പറത്തിരുന്നപ്പോൾ എന്ന വാർത്ത വരുമ്പോൾ തീർച്ചയായും വ്യോമയാന മേഖലയെയും പൊതുജനങ്ങളെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ ഏറെ നാണം കെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ സവിശേഷമായ ഒരു പങ്കുള്ള വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. ആ എയർ ഇന്ത്യ തന്നെ ഇത്തരത്തിൽ ഈ പൈലറ്റുമാർ കഞ്ചാവടിച്ച് വിമാനം ഓടിക്കുന്നു എന്ന വാർത്തകളിൽ ഇടം പിടിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തിൻ്റെ വ്യോമയാന മേഖലയെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായ ഒരു കാര്യമല്ല. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. നാണക്കേട് കൊണ്ട് തലപൊക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എയർ ഇന്ത്യ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ KSRTC പോലും ഡ്രൈവർമാർ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് എന്ന നിബന്ധനയോടുകൂടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് ഇത്തരത്തിലുള്ള മദ്യപിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന ഒക്കെ നടത്തിയതിന് ശേഷമാണ് അവർ ഡ്യൂട്ടി ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് വളരെ KSRTC പോലും വളരെ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഒരു കാര്യം, ആ കാര്യം പോലും എയർ ഇന്ത്യക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ടുവരുന്നവരാണോ ഈ വിമാനം പറത്താനായി കയറുന്നത് എന്നുറപ്പുവരുത്താൻ അത്തരം ആൾക്കാരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സംവിധാനം എയർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ ഇപ്പോൾ അതിൽ തിരുത്തലുകൾ വരുത്തുകയാണ്. എല്ലാ പൈലറ്റുമാർക്കും ലഹരി പരിശോധന കർശനമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ എയർ ഇന്ത്യ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ ആ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർക്ക് എല്ലാവർക്കും ലഹരി പരിശോധന നിർബന്ധിത. ആ വിമാനം പറത്തുന്നതിന് തൊട്ട് മുമ്പ് ലഹരി പരിശോധന നിർബന്ധിതമാക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ അപകടത്തിൽപ്പെട്ട ഓഗസ്റ്റ് 4-ാം തീയതി ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. 137 യാത്രക്കാരുമായി പറന്ന വിമാനമാണ് 300 അടി താഴ്ചയിലേക്ക് പൊടുന്നനെ പോയത്. ആ വിമാനത്തിൻ്റെ
പൈലറ്റിൻ്റെ സീറ്റിൽ ആ പൈലറ്റ് ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ഈ വിമാനം പറന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു ആകാശ ചുഴിയിൽപ്പെട്ടത്. വിമാനത്തിൻ്റെ ഓട്ടോ പൈലറ്റ് സംവിധാനത്തിനും വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്കുമെല്ലാം പിന്നീട് തകരാറ് കണ്ടെത്തിയിരുന്നു. അതായത് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് പൈലറ്റ് കഞ്ചാവ് അടിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഒരുപക്ഷെ വിമാനം സ്വാഭാവികമായി അപകടത്തിൽപ്പെട്ടതാകാം. അതിനെ തുടർന്നുണ്ടായ പരിശോധനകളിൽ പക്ഷേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് പ്രധാന പൈലറ്റ് തന്നെ സ്വബോധത്തിലായിരുന്നില്ല, അയാൾ കഞ്ചാവ് അടിച്ചിരുന്നു. മാത്രമല്ല ഈ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് പരിശോധനയിൽ തകരാറ് കണ്ടെത്തി. അതോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ ഓട്ടോ പൈലറ്റ് മോഡിനും തടസ്സം അല്ലെങ്കിൽ ചില തകരാറുകൾ കണ്ടെത്തി എന്ന് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ തകരാറുള്ള ഒരു വിമാനം, മൊത്തത്തിൽ ബോധമില്ലാത്ത ഒരു പൈലറ്റ്, ഇങ്ങനെയൊക്കെയാണ് എയർ ഇന്ത്യയുടെ വിമാനം ആകാശത്തുകൂടി സഞ്ചരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ ഈ പറയുന്ന വിവരങ്ങളിലൂടെ അറിയുന്നത്. തീർച്ചയായും ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ സുരക്ഷ അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വിമാന കമ്പനികളാകട്ടെ, വിമാന കമ്പനികളെ നിയന്ത്രിക്കുന്ന ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ ആയിക്കോട്ടെ, വ്യോമയാന മന്ത്രാലയമായിക്കോട്ടെ, ഇവരെല്ലാം കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടിയും കരുതലോടുകൂടിയും ഇന്ത്യൻ വ്യോമയാന മേഖല കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ എയർ ഇന്ത്യ സ്റ്റോറി പറയുന്നത്.